8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. വേർഡ് പ്രോസസ്സറാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം. ഇതിൽ ലിബ്രെ ഓഫീസ് റൈറ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ. ഇതിൽ ദിയ എന്നൊരു കുട്ടി ഒരു സ്റ്റഡി ടൂർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിവരങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് തന്നേക്കുന്ന ആ ഫയലൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അതിൽ നമ്മൾ താഴെ ആപ്ലിക്കേഷൻസിൻ്റെ താഴെ ഫയൽസ് ഉണ്ടാവും. അതിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 8 2 ഫയലാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഒന്ന് OTTയും ഒന്ന് PDF-ഉമാണ്. ഈ OTT ആണ് ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ഫയല്. ഇത് PDF ആണ്. ആ കുട്ടി തയ്യാറാക്കിയ ഫയലാണ് ഈ PDF-ൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് നോക്കിയിട്ട് ഇതേപോലെ നമുക്ക് ഈ ഫയലിനെ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിൽ ജസ്റ്റ് PDF ഞാനൊന്ന് തുറക്കുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇതാണ് ഫൈനൽ ഫയൽ. ഈ രൂപത്തിലേക്ക് നമുക്ക് ആക്കണം. നമ്മുടെ ഫയൽ എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. ഇത് ഞാനത് ക്ലോസ് ചെയ്യാണ്. ഇതിൽ agenda.ott എന്നുള്ളത് നമ്മുടെ ഈ ലിബ്രെ ഓഫീസ് റൈറ്റർ നമുക്ക് ആപ്ലിക്കേഷൻ തുറന്നിട്ടും നമുക്ക് ഈ ഫയൽ തുറക്കാം. അതിനെക്കാട്ടിലും എളുപ്പം നേരിട്ട് പോയിട്ട് ഫയൽ തുറക്കുന്നതാവും. ഇത് ഓപ്പൺ ചെയ്താൽ മതിയാവും. പക്ഷെ അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. നമ്മൾ ഹോമിൽ ഇവിടെ റീസെറ്റ് സെറ്റിങ്സിൽ ഇതിൽ ലിബ്രെ ഓഫീസ് റീസെറ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ ആ ആപ്ലിക്കേഷൻ തുറക്കുന്നതിന് മുന്നേ എന്തെങ്കിലും പഴയ ഓപ്ഷനുകൾ മാറിക്കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടാനിത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതൊന്ന് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇടത് ഭാഗത്ത് ഹോമിൽ സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് 10 ഈ agenda.ott എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മളങ്ങനെ റീസെറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ എല്ലാ ഓപ്ഷൻസും അതിലുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഓപ്ഷൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമോ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ ഒന്നെല്ലാം ഡീഫോൾട്ടായിട്ട് വന്നു ചേരും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ലിബ്രെ ഓഫീസ് തുറന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയല്. ഇതാണ് ആ ഫയൽ. നമ്മൾ നേരത്തെ ഇതിൽ ഓക്കെ കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു agenda.pdf എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കണ്ടിരുന്നു. അപ്പോൾ ആ ഫയൽ അതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നമുക്ക് ആ ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ഇതിൽ മലയാളം ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കീബോർഡ് നമുക്ക് എന്ത് ചെയ്യണം, മലയാളമാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ ഈ ഫയൽ തുറന്നിട്ട് ഇതിലൊരു കോട്ട് തന്നിട്ടുണ്ട്. മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകരാണ് യാത്രകൾ എന്നുള്ളൊരു ഹെഡിങ് അതിൽ നൽകണം. അപ്പോൾ ആ ഹെഡിങ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ആദ്യം നൽകണം. എന്നിട്ടത് സേവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ ആദ്യം അക്ഷരങ്ങൾ എഴുതിയെടുക്കാം എന്നുള്ളത് നോക്കി നോക്കാം. ഇത് മിനിമൈസ് ചെയ്തിട്ട് ഇവിടെ മലയാളം ഇംഗ്ലീഷുണ്ട്. അപ്പോൾ മുന്നത്തെ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ മലയാളം ക്ലിക്ക് ചെയ്താൽ മലയാളം ആയിരുന്നു. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ വിൻഡോസ് കീ ഉണ്ടാവും. ആൾട്ടും കൺട്രോളിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് ഇതിൽ ഞാൻ ലേഔട്ട് കാണിച്ചു തരാം. ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിൻഡോസ് കീ ഉണ്ടാവും. നമുക്കെല്ലാവരും അറിയാം വിൻഡോസ് എന്നൊരു അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എല്ലാവരും അറിയുന്നതാണ്, OS. ആ വിൻഡോസ് ബട്ടണും പിന്നെ സ്പേസ് കൂടെ അമർത്തിയാൽ നമുക്ക് ലാംഗ്വേജ് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ ഈ ടൈപ്പ് ചെയ്യേണ്ട ഇവിടെ ഒരു ഹെഡിങ്ങിനുള്ള സ്ഥലം ഇപ്പോൾ ഇല്ല. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഹെഡിങ്ങിലായിട്ടാണ് വരേണ്ടത്. നമുക്ക് ആ സ്ഥലമില്ലാത്തത് കൊണ്ട് ഈ ആടെ മുന്നിലായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ മുകളിലുള്ള എല്ലാ ഭാഗങ്ങളും താഴേക്ക് വരും. ഇനി ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഹെഡിങ്ങിനുള്ള സ്ഥലമായി. ഇനി എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി വെക്കാം.
ഇതിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകരാണ് യാത്രകൾ. അപ്പോൾ അതിന് മുന്നേ അതൊരു ഡബിൾ ഇൻവേർട്ടഡ് കോമ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിനോട് ഉൾപ്പെടുത്താം. ഷിഫ്റ്റ് ഡബിൾ ഇൻവേർട്ടഡ് കോമ കൊടുക്കുകയാണ്. ഇനി ലാംഗ്വേജ് മാറ്റാൻ പറഞ്ഞില്ല. വിൻഡോസ് കീ ആദ്യം അമർത്തി പിടിക്കുക, കൈ എടുക്കരുത്, അമർത്തി പിടിച്ചിട്ട് സ്പേസ് ഒരു തവണ അമർത്താം. കൈ എടുക്കരുത്, വിൻഡോസ് ബട്ടണിൽ നിന്ന് കൈ എടുക്കരുത്. സ്പേസ് ഒരു തവണ അമർത്തുമ്പോൾ ദാ മലയാളത്തിലേക്ക് വന്നു. വീണ്ടും സ്പേസ്, വിൻഡോസ് കീ കൈ എടുക്കാതെ തന്നെ വീണ്ടും സ്പേസ് അമർത്തുമ്പോൾ മലയാളം വന്നു. കണ്ടോ? ഇതിൽ സ്പേസ് ഓരോ തവണ അമർത്തുമ്പോഴും ഏത് ലാംഗ്വേജിലേക്ക് പോകണമെന്ന് ഇതിൽ മാറുന്നുണ്ട്. നമുക്ക് വേണ്ടത് മലയാളമായതുകൊണ്ട് ഞാൻ മലയാളം എത്തുമ്പോൾ കൈ എടുത്തു വിൻഡോസിൽ നിന്ന്. ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ ലാംഗ്വേജ് കീബോർഡായിട്ടുണ്ട്. ഇനി ഇതിൽ ഷോ കീബോർഡ് ലേഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ മലയാളം കീസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിവിടെ ആവശ്യമായ അക്ഷരങ്ങൾ ഇതിൽ ആവശ്യമായ, ഇപ്പോൾ ഈ ടൈപ്പ് ചെയ്യാൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകനാണ് യാത്രകൾ എന്ന മലയാളം ടൈപ്പ് ചെയ്യാൻ ആവശ്യമായ എല്ലാ കീസും നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ ഈ 2 അക്ഷരങ്ങൾ കൂടിച്ചേരുന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഈ 2 മലയാള അക്ഷരങ്ങൾ കൂടിച്ചേരാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഡി ആണ്. ഇപ്പോൾ ഈ മനുഷ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ഷായും യായും ചേരുമ്പോഴാണ് ഷ്യാ എന്ന് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഡി വരുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. 2 അക്ഷരങ്ങളെ കൂട്ടിച്ചേരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതേപോലെ പഠിപ്പിക്കുന്ന 2 ക ചേരുമ്പോഴാണ് ക വരിക. അതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇത് അക്ഷരങ്ങൾ എഴുതിയെടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. മനുഷ്യനെ എന്നുള്ളതിൻ്റെ ടൈപ്പ് ചെയ്യുകയാണ്. സ്പേസ് ഇട്ടു. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മുടെ ഈ ഫോണ്ട് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. നോട്ടോ സെരിഫ് മലയാളം എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാണ്. തൽക്കാലം ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടെ ഒരു ഫോണ്ട് കാണാം. അല്ലെങ്കിൽ ഇവിടെ വലത് ഭാഗത്ത് ക്യാരക്ടർ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലത് ഭാഗത്ത് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇതിങ്ങനെ ഓഫായിട്ടാവും. വീണ്ടും ഞാൻ കാണിച്ചു തരാം. വലത് ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഫോണ്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്നും മാറ്റാം, ഇവിടുന്നും മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തു, സ്ക്രോൾ ചെയ്തിട്ട് നോട്ടോ സെരിഫ് മലയാളം എന്നത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. അപ്പോൾ ഏകദേശം കറക്റ്റ് ആ ഫോണ്ട് വന്നിട്ടുണ്ട്. ഇനി മനുഷ്യനെ കഴിഞ്ഞിട്ട് പഠിപ്പിക്കുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്യാണ്. മനുഷ്യനെ പഠിപ്പിക്കുന്ന നല്ല അധ്യാപകരാണ് എന്നുള്ളതാണ്. അധ്യാപകരാണ് യാത്രകൾ. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്കിതൊന്ന് ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ലാംഗ്വേജ് എന്താക്കണം, ഒന്ന് ഇവിടെ ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമ കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ആക്കണം. അപ്പോൾ ഞാൻ വിൻഡോസ് കീ അമർത്തിയിട്ട് സ്പേസ് അമർത്താണ്. ഇതാ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ കൈയെടുത്തു, ഷിഫ്റ്റ് ഡബിൾ ഇൻവേർട്ടഡ് കോമ കൊടുത്തു. ഇനി ഒരു എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്പേസ് കിട്ടും. ഇനി ഇതിന് അടുത്ത എന്താ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ഡോക്യുമെൻറ്റിൽ സേവ് ചെയ്യാനാണ്. ഓക്കെ, സേവ് ചെയ്യാം. ഫയലിൽ സേവ് എടുത്തു. ഇവിടെ PTMHSൽ സ്റ്റുഡൻസ്, ഇവിടെ ഹോമാണ് ഉണ്ടാവുക. ഹോം നമ്മൾ എന്താണ് പേരെന്ന് വെച്ചാൽ അതാണ്. സ്റ്റുഡൻറ്റ് വർക്ക്സ് 8. ഇപ്പം ഞാൻ തൽക്കാലം 8th എന്ന് കൊടുത്തു. നമുക്ക് എന്താ പേരെന്ന് വെച്ചാൽ അത് കൊടുക്കാം. സേവ് ചെയ്തു. അപ്പോൾ അതാ ഇവിടെ ഈ അൺടൈറ്റിൽ എന്നുള്ളത് മാറിയിട്ട് ഇതാ ഈ മുകൾ ഭാഗത്തായിട്ട് നോക്കിയാൽ അറിയാം 8th.odt എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ താഴെ നോക്കി നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ മുന്നത്തെ ചാപ്റ്ററുകളൊക്കെ നമ്മൾ ഈ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പഠിച്ചിരുന്നു, മുന്നത്തെ വർഷങ്ങൾ 7ലും ഒക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റാം. ഫോണ്ട് നോട്ട് സെരിഫ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൈസ് 13, ഹെഡിങ് സെൻറ്റർ ആക്കാനും കളർ ബ്ലൂ ആക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് പാരഗ്രാഫിനാണ്. പാരഗ്രാഫിനാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ പാരഗ്രാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ പാരഗ്രാഫുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പാരഗ്രാഫിനെ ഇത്രയും ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഈ വലത് ഭാഗത്ത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചു, നോട്ടോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി വേഗം കിട്ടും. സെരീഫ് എന്ന് കൊടുത്തു, മലയാളം എന്ന് കൊടുക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നോട്ടോ സെരീഫ് മലയാളം. അപ്പോൾ എൻ്റർ അടിക്കണം. ഇനി 13 ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കളറാണ് ബ്ലൂ കൊടുക്കാൻ പറഞ്ഞത്. ഈ ഭാഗത്തായിട്ടാണ് ഒരു എ എന്നുള്ളതുണ്ടാവും. ഫോണ്ട് കളറ് ക്ലിക്ക് ചെയ്താൽ ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് ബ്ലൂ കളറുണ്ട്, കൊടുത്തു. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പക്ഷേ ഇതെല്ലാ പാരഗ്രാഫിനും നമുക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. എല്ലാ പാരഗ്രാഫിനും ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കണം. അതുമാത്രം പോരാ, അതിൽ കുറേ ബാക്കിയോട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് കൊടുക്കേണ്ട ഫോണ്ടും സൈസും പിന്നെ അലൈൻമെൻറ്റും കളറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇനി അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കണം. ഇവിടെ സെൻറ്ററാണ് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ താഴേക്ക് നോക്കിയാൽ പാരഗ്രാഫിനെ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പാരഗ്രാഫിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്തേക്കണതാണ് പാരഗ്രാഫ്. അതിൽ പ്രോപ്പർട്ടീസിൽ തന്നെ ഈ ഒരു ഇൻക്രീസ് പാരഗ്രാഫ് സ്പേസിങ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. അതുകൊണ്ട് ഈ സ്പേസിങ്ങിലാണ് ഇത് വരിക. അത് ഇതാ ഇവിടെ തന്നിട്ടുണ്ട് 0.10 എന്നുള്ളതാക്കണം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് സ്പേസിങ്. ഇത് ഞാൻ പ്രസ് ചെയ്തു, രണ്ടും 0.10 ആക്കി. ഇനി നോക്കി നോക്കാം. ഇനി ഇതിൽ ലൈൻ സ്പേസിങ് കൊടുത്തിട്ടുണ്ട്. ലൈൻ സ്പേസിങ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇതാ സെറ്റ് ലൈൻ സ്പേസിങ് എന്ന് പറഞ്ഞിട്ട് താഴെ ഓപ്ഷൻ ഉണ്ട്. അത് 1.15 ആക്കണം. നോക്കി നോക്കാം. ഇതാ ഈ ഭാഗമാണ്, കണ്ടോ? ഈ ഒരു 0.10 താഴെയായിട്ട് ഇത് അവിടെ ക്ലിക്ക് ചെയ്താൽ ആരോ ക്ലിക്ക് ചെയ്താൽ 1.15 എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തു. ഈ ഓരോ പാരാഗ്രാഫിൻ്റെ ഓരോ വരികൾക്കിടയിലുള്ള സ്പേസിംഗ് ആണത്. ഇനി അടുത്തത് അത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ പിന്നെ കൊടുക്കേണ്ട ഓപ്ഷൻ ഇൻഡൻ്റ് ആണ്. ഇനി അതിൻ്റെ ഇൻഡൻ്റ് എന്ന് പറയുമ്പോൾ ഇതിന് അക്ഷരം തമ്മിലുള്ള ഒരു സ്പേസിംഗ് ആണ്. ഈ ബോർഡറും
ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസും എല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഫസ്റ്റിൽ 0.40യും മറ്റേത് 1.30യും. നമുക്ക് ഇതാ ഇവിടെ ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫിലുള്ള 0.40, പിന്നെ മറ്റേത് 1.30. ഞാൻ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ് ആയിരിക്കും ഒന്നുകൂടി വൃത്തി ഉണ്ടാവുക. സെൻറ്റർ ഹെഡിങ്ങിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാവും വൃത്തിയായിട്ടുണ്ടാവുക. ഇനി ഇതെല്ലാം നമ്മൾ ഏതിന് കൊടുക്കണം? എല്ലാ പാരഗ്രാഫിനും കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ താഴെ, ഏറ്റവും താഴെ നമുക്കിവിടെ 100% എന്ന് കാണാം. വലത് ഭാഗത്ത് ശ്രദ്ധിക്കുക, വലത് ഭാഗത്ത് ഏറ്റവും താഴെ ഒരു 100%, അതായത് ഈ പേജിൻ്റെ വ്യൂ 100%. അപ്പോൾ നമ്മളിതൊന്ന് കുറച്ചിട്ട് നമുക്ക് കാണുന്ന രൂപത്തിലേക്ക് ഏകദേശം ആക്കുക. എന്നിട്ട് ഈ പാരഗ്രാഫ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഇത് ഹെഡിങ്ങാണ്, എല്ലോര ഗുഹകൾ എന്ന് പറയുന്നത് ഹെഡിങ്ങാണ്. ബാക്കി താഴെ വരുന്ന ഇതേപോലെ നമുക്കിത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെറുതാക്കുന്നത്. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക, ശ്രദ്ധിച്ച് ചെയ്യരുത്. അതേപോലെ ഇവിടെയും കൺട്രോൾ അമർത്തിയിട്ട് ഇങ്ങനെ മെല്ലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺട്രോളിൽ നിന്ന് മൗസിൽ നിന്ന് കൈയെടുക്കുക, എന്നിട്ട് മെല്ലെ സ്ക്രോൾ ചെയ്യുക. വീണ്ടും അതേപോലെ ഈ ഹെഡിങ് ഒഴിവാക്കിയിട്ട് കൺട്രോൾ ആദ്യം അമർത്തി പിടിക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ മൗസ് ആദ്യം ഒന്ന് കൈയെടുക്കുക, പിന്നെ കൺട്രോളിൽ നിന്ന് കൈയെടുക്കുക. ഇനി അതേപോലെ ഇവിടെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ടേബിൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത്രേ സെലക്ട് ചെയ്യാനുള്ളൂ. 4 പാരഗ്രാഫാണ് ആകെ വരുന്നത്. ഒന്നിവിടെ, ഒന്ന് ഇവിടെ, ഇതിൻ്റെ താഴെയുള്ള പാരഗ്രാഫ്. ഇത്ര സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതേ ചെയ്ത പ്രവർത്തനം വീണ്ടും ചെയ്യുക. ഇതിൽ 0.10 കൊടുക്കുക, പിന്നെ ഇതിൽ 0.40 കൊടുക്കുക, 1.30 കൊടുക്കുക. ഇപ്പോൾ പാരഗ്രാഫിന് ആവശ്യമായ അതേപോലെ ഈ ഫോണ്ട് നമ്മൾ എന്തായിരുന്നു കൊടുക്കേണ്ടത്? നോട്ടോ സെരീഫ് മലയാളം എന്നുള്ളത് എൻ്റർ അടിക്കുക. ഇനി അതിൻ്റെ കളർ നമ്മൾ പറഞ്ഞിരുന്നു, ബ്ലൂ കളർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പാരഗ്രാഫിനൊക്കെ ആ സവിശേഷതകൾ വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ സൂം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വലത് ഭാഗത്ത് ഇവിടെ 100%. ഇനി നമ്മുടെ ആ ഫയലൊന്ന് തുറന്ന് നോക്കാം, നമുക്കൊന്നുകൂടി ഒരു ഐഡിയ കിട്ടും. താഴെ ഫയൽസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ അജന്ത ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മളിതിൽ ഏറ്റവും ടോപ്പിൽ പോയി നോക്കാം. ഇതിൽ ഏകദേശം ആ ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് അതേ ഫോണ്ടാണ്. പക്ഷേ ഈ എല്ലോര ഗുഹകൾ എന്ന് പറയുന്നതും അജന്ത ഗുഹകൾ എന്ന് പറയുന്നതിൻ്റെ ഫോണ്ട് ശ്രദ്ധിച്ചാൽ മതി, കുറച്ചുകൂടി വലിപ്പം കൂടുതലുണ്ട്. നമുക്കത് മാറ്റി കൊടുക്കാം. അത് എത്ര സൈസ് വേണമെന്നൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. ഇതിൽ കാണുന്ന പോലെ നമുക്കൊന്ന് ഭംഗിയാക്കാം. നമ്മളിത് എടുത്തു. ഈ എല്ലോര ഗുഹകൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? നോട്ടോ സെരീഫ് തന്നെ കൊടുക്കാം. മലയാളം കൊടുത്തു. സൈസ് വേണമെങ്കിൽ ഒരു 18 കൊടുക്കാം. അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കാം. ഇതിനാണ് അലൈൻമെൻറ്റിൻ്റെ ആവശ്യം. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ഒരു വരി വേണമെങ്കിൽ ഒന്ന് താഴേക്ക് വരാം. അതിനിവിടെ എൻ്റർ അടിച്ചാൽ മതി, കുറച്ച് വൃത്തിയുണ്ടാവും. ഇനി ഇതേ കാര്യം തന്നെ ഇവിടെയും താഴെ അജന്ത ഗുഹകൾക്കും കൊടുക്കാൻ പറ്റും. നോട്ടോ സെരീഫ് മലയാളം എൻ്റർ അടിച്ചു. സൈസ് ഒരു 18 കൊടുത്തു. അലൈൻമെൻറ്റ് സെൻറ്റർ ഒരു എൻ്റർ അടിച്ചു. അത്തരം കാര്യങ്ങൾ നമ്മളിത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് സെൻറ്റർ അലൈൻ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അലൈൻമെൻറ്റ് സെൻറ്ററാക്കി നമുക്ക്
ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കാം. ഇത് അജണ്ട ഫയലാണ്. ഓക്കെ, ഇൻഡെൻറ്റ് സ്പേസിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി പാരഗ്രാഫിന് ബോർഡറൊക്കെ കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇതിൽ തന്നിട്ടുണ്ട് ഒരു പാരഗ്രാഫ്. നമ്മുടെ ഇതാ ഈ കാണുന്ന എല്ലാവരിലെ പ്രധാന ഗുഹകളും അവയുടെ സവിശേഷതകളും എന്ന് പറയുന്ന ഭാഗം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഒരു കളറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്നുള്ളത് നോക്കി നോക്കും. പിന്നെ അതുമല്ല അതിന് നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് പാരഗ്രാഫിനെ കുറിച്ച് നമ്പറിങ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ബുള്ളറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ് ഇത് പറയണത്. ഈ ഓരോ പോയിൻ്റായിട്ട് ഇടുന്നതിനെയാണ് നമ്മൾ ബുള്ളറ്റ് എന്ന് പറയണത്. ഇത് പലതരമുണ്ട്. നമ്പറുകൾ കൊടുക്കാം, ഡോട്ടുകൾ കൊടുക്കാം. അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ വരാം. അപ്പോൾ അറിയാതെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് അറിയാതെ അങ്ങോട്ട് കണ്ടോ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറിപ്പോയാൽ എഡിറ്റിൽ അണ്ടു കൊടുക്കുക. നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ എവിടെയാണോ ഡ്രാഗ് ചെയ്യണത് അങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഈ സൂം ഒന്ന് കുറയ്ക്കാം. കുറച്ചുകൂടി നമുക്ക് സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. എന്താണ്ട് ഈ കാണുന്ന ഈ ഇത്രയും ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഫോർമാറ്റിൽ പാരഗ്രാഫ് എടുത്തു. പാരഗ്രാഫിൽ ഇവിടെ ബോർഡേഴ്സ് ഉണ്ട്. ബോർഡേഴ്സിൽ ലൈൻ അറേഞ്ച്മെൻറ്റ് എന്നൊരു ഭാഗമുണ്ട്. അതിൽ ഈ എങ്ങനെ ബോർഡർ കൊടുക്കണമെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലൊന്നുമില്ല, 4 പുറമുണ്ട്. ഇത് ഇടതും വലതും മാത്രം, ഇത് മുകളിലും താഴെ. അപ്പോൾ നമുക്ക് 4 പുറം വേണ്ടതുകൊണ്ട് രണ്ടാമത്തെ ബോർഡർ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ സ്റ്റൈൽ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. പിന്നെ എങ്ങനത്തെ ബോർഡർ വേണമെന്നുള്ളത് കൊടുക്കാം. കളർ മാറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കളർ മാറണില്ല. പിന്നെ ഹെയർ ലൈൻ വിഡ്ത്താണ്. ഹെയർ ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു മുടിനാരിൻ്റെ അത്രയും നീളം അല്ലെങ്കിൽ എന്താ ഇതുള്ളൂ എന്നുള്ള വലിപ്പമുള്ളൂ എന്നുള്ള. ഇത് വേണമെങ്കിൽ നമുക്കൊരു തിന്ന് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്ത് നോക്കി കൊടുക്കുക. കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയ ബോർഡർ. ഇത് മതിയാന്ന് നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി ഫോർമാറ്റിൽ വീണ്ടും ഞാൻ പാരഗ്രാഫ് എടുത്തു. അത് മതിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇനി അതിൻ്റെ കളറ് കൊടുക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ കണ്ടിരുന്നു ഇതേപോലൊരു കളർ കൊടുക്കാം. അതേപോലെ ഏകദേശം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ബോർഡറിൻ്റെ വലത് ഭാഗത്ത് ഏരിയ എന്നൊരു ഭാഗം ഉണ്ടാവും. അതിൽ കളർ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വേണ്ട കളർ നമുക്ക് ഇവിടെ നിന്നാലും, അപ്പോൾ ഞാനിതാ ഈ കളറാണ് ക്ലിക്ക് ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ള ഏകദേശം മതി. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ ആ കളറ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫിന് മാത്രമാണ് നമ്പറിങ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വലത് ഭാഗത്ത് നമ്മുടെ ഈ പ്രോപ്പർട്ടീസിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ടോഗിൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ കിടക്കുന്നുണ്ട്. ഇതിലൊരു ആരോ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്പറിങ്, ബുള്ളറ്റ് നമ്പറിങ് എന്നാണ് പറയുക. ഓരോ പോയിൻ്റായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഈ മൂന്നാമത്തെ ആണെങ്കിലും കണ്ടത്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വന്നു, നമ്പറിങ് വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ ഹെഡിങ്ങോട് ചേർത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് അലൈൻമെൻറ്റ് സെൻറ്ററാക്കി കൊടുക്കാം. ഇനി ഇവിടെ ഒരു ജസ്റ്റ് ഒരു എൻ്റർ അടിച്ചാൽ ഒന്നുകൂടി വൃത്തി ഉണ്ടാവും. ഒരു ബാക്ക് സ്പേസ് കൂടെ അടിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇത് കഴിഞ്ഞാൽ ഒന്ന് എഡിറ്റ് അണ്ടു കൊടുത്താൽ മതി, ശരിയാവും. ഇനി അപ്പോൾ നമ്മുടെ ടേബിള് ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഇതിൽ എന്താ കൊടുക്കുക എന്നുള്ളത്
നോക്കി നോക്കാം. ഇനി ഇതിലൊരു ടേബിൾ ഉൾപ്പെടുത്താനാണ്. അപ്പോൾ നമുക്ക് ഈ ടേബിളിലെ വിവരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ അതിൽ തന്നിട്ടുണ്ട്. ടേബിളിലത്തെ അത് നമ്മുടെ ആ ഇതിൽ നോക്കിയാൽ കാണാം. ഏറ്റവും അവസാനം ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇതാ ഈ കാണുന്ന എല്ലാ ഭാഗവും നമ്മുടെ ആ ടേബിളിൽ ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പാരഗ്രാഫ് ഇതാ ആരംഭിച്ചു എന്നതിന് ശേഷം താഴെ വരുന്നത് ടേബിളാണ്. അപ്പോൾ നമ്മൾ ഈ ടേബിൾ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇതിലെത്ര വരികളുണ്ട് എന്നുള്ളത് നോക്കണം. വലത്തോട്ട് എത്ര കള്ളികളുണ്ട്, താഴോട്ട് എത്ര കള്ളികളുണ്ട് എന്നുള്ളത് നോക്കാം. വലത്തോട്ട് ഇപ്പോൾ ഇതാ 1 2 3. അപ്പോൾ വലത്തോട്ടുള്ളതിന് കോളംസ് എന്ന് പറയും, താഴോട്ടുള്ളത് റോസാണ്. റോസ് എന്ന് പറയുമ്പോൾ അതായത് 1 2 3 4 5 6 7 റോസും 3 കോളംസും ഉള്ളൊരു ടേബിൾ നമ്മളിവിടെ നിർമ്മിക്കണം. അപ്പോൾ നമുക്കതിനെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇൻസേർട്ട് ടേബിൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ എത്ര കോളംസാണ്, ബാക്ക് സ്പേസ് അടിക്കുക, 3 കോളംസും റോസ് 7 റോസും ക്ലിക്ക് ചെയ്തു ഇൻസേർട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ടേബിൾ വന്നിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ ഓപ്ഷൻസാണ് ഈ താഴെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും കാണാം. അതിൽ പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് ബോർഡറാണ്. ഇതാ ഈ താഴെ ഈ ഏകദേശം നടുക്കായിട്ട് ഇതാ ഇവിടെ ഒരു ബോർഡർ എന്ന് കാണാം. അതിൽ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴത്തെ റോയിൽ ഔട്ടർ ബോർഡർ ഓൺലി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഈ ബോർഡർ വരുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം വേണ്ടത് കൊണ്ട് നമ്മളിതെല്ലാം കൂടി സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക, ഡോട്ടേഴ്സ് കൊടുക്കുക. ഇനി ഇതിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. നമുക്കറിയാം ഇതിൽ ഏറ്റവും ടോപ്പത്തെ 3 സെല്ലുകളായിട്ടില്ല, ഒറ്റ സെല്ലായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ 1ാമത്തെ സെല്ലിൻ്റെ അവിടെ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. ഒന്നിട്ട് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്തുകൊണ്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് മൗസിൽ നിന്ന് കൈയെടുക്കുമ്പോൾ ആ 3 സെല്ലുകളും സെലക്ഷൻ വരും. എന്നിട്ട് താഴെ മെർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ മെർജ് സെൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെയും കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടേബിളിൽ ഉണ്ടാവും. ഇതാ ടേബിളിൽ മെർജ് സെൽസ് ഉണ്ട്, ഏത് വേണേലും ഉപയോഗിക്കാം. ടേബിളിൽ ഇപ്പോൾ മെർജ് സെൽസ് കൊടുത്താൽ അതൊരു സെൻറ്ററായിട്ട് വന്നു. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, നമ്മുടെ ഈ ഒരു സെല്ല് മാത്രം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു കളറുണ്ട്. നമുക്കത് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടേബിൾ സെൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാം ക്ലിക്ക് ചെയ്താൽ എല്ലാം വരും. ക്ലിക്ക് ചെയ്തിട്ടൊരു ലൈറ്റ് ബ്ലൂ പോലൊരു കളർ കൊടുക്കുക. കുറച്ചുകൂടി ലൈറ്റ് ആക്കണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് നോക്കാം. ചന്ത എല്ലാവരുകളിലും വിവിധ യാത്രാമാർഗ്ഗങ്ങളും മറ്റ് വിവരങ്ങളും എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞിരുന്നു താഴെ ഉണ്ടാവും. ഇതിങ്ങനെ സെലക്ട് ചെയ്തു. ഇനിയാണ് നമ്മൾ ഈ ടെക്സ്റ്റുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാനുള്ള ഓപ്ഷൻസ് പഠിക്കുക. അതിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് എഡിറ്റിൽ നോക്കിയാൽ കട്ട്, കോപ്പി, പേസ്റ്റ്. കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് മൊത്തത്തിൽ എടുക്കുകയാണ്. കോപ്പി എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം കോപ്പി ചെയ്യുന്നു, പക്ഷേ പഴയത് അവിടെ കാണുകയും ചെയ്യും. നമുക്കിപ്പോൾ ഇവിടെ കട്ടാണോ കോപ്പിയാണോ എന്നുള്ളത് നമ്മുടെ ആവശ്യം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് വേണം, വേറെ എവിടെയും വേണ്ടതാണ്. ഇതിപ്പോൾ ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യുക. അതല്ല നമുക്കിത് ഇവിടെ വേണ്ട, ഇവിടെ മാത്രം മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എഡിറ്റിൽ കട്ട് കൊടുക്കുക. അത് ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ ഒന്നുകൂടി എളുപ്പമാണ്. കൺട്രോൾ X ആണ്. കൺട്രോൾ കീ അമർത്തി പിടിച്ചിട്ട് X അമർത്തി കഴിഞ്ഞാൽ അത് കട്ടാവും. പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ V. കോപ്പി ആണെങ്കിൽ കൺട്രോൾ C കൊടുത്താൽ കോപ്പിയാവും. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു. കീബോർഡിൽ കൺട്രോൾ X കൊടുത്തപ്പോൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ അല്ലേ, അവിടെ ക്ലിക്ക് ചെയ്തു, കൺട്രോൾ V കൊടുത്തു. ഹെഡിങ് ആയതുകൊണ്ട് തന്നെ അലൈൻമെൻറ്റ് വലത് ഭാഗത്തുനിന്ന് സെൻറ്ററാക്കി കൊടുത്തു. താഴത്തെ ഓരോ ഭാഗങ്ങളും നമ്മുടെ വേണ്ട ഓരോ ഭാഗങ്ങളും
എന്തൊക്കെ എവിടെയൊക്കെ കൊടുക്കണമെന്ന് ഇതിൽ തന്നിട്ടുണ്ട്. ഇതാ ഇതിൽ കൊടുത്തേക്കുന്ന എല്ലാറ ഗുഹകളെന്നാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എവിടെ ഉൾപ്പെടുത്തണം നോക്കി നോക്കാം. ഇവിടാണ്. അപ്പോൾ ഞാനത് മാത്രം സെലക്ട് ചെയ്യുന്നു, കട്ട് ചെയ്യണു. ഇവിടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ Ctrl+V കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വിമാനമാർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലോറ ഗുഹകളുടെ ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കി നോക്കാം. ഇതാ വിമാനമാർഗം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വിമാനമാർഗം മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്യണു. ഇതിൻ്റെ ഇടത് ഭാഗത്ത് ഇതാ ഈ ഭാഗത്തായിട്ട് കേട്ടോ, റൈറ്റ് ക്ലിക്ക് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. യാത്രാമാർഗ്ഗങ്ങൾ മറ്റ് വിവരങ്ങളെന്നുള്ളത് നമുക്ക് വേറെ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ടെക്സ്റ്റിൽ തന്നെ ഹെഡിങ്ങിൽ തന്നെ യാത്രാമാർഗ്ഗങ്ങളും മറ്റ് വിവരങ്ങളും എന്നുള്ളത് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേറെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളിത് കട്ടല്ല കൊടുക്കുന്നത്, കോപ്പിയാണ്. Ctrl+C കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സെല്ലിൽ Ctrl+V കൊടുക്കുമ്പോൾ അതിവിടെ കിട്ടി. ഇതാണ് കട്ട് കോപ്പിയുടെ വ്യത്യാസം. കട്ടെന്ന് പറയുമ്പോൾ മൊത്തത്തിലാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കോപ്പിയുടെ ആവശ്യമുള്ളത് കൊണ്ട് അതങ്ങനെ കിട്ടി. ഇനി വിമാനമാർഗം എന്നുള്ളത് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ വിമാനമാർഗത്തിലെ കാര്യങ്ങൾ അതായത് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ സെലക്ട് ചെയ്യുന്നു. ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം. അഥവാ സെലക്ഷൻ മാറിപ്പോയാൽ Ctrl+Z അടിക്കുക, എന്നിട്ട് മെല്ലെ ചെയ്താൽ മതി. നമുക്കിത് ഈ ഒരു ഔറംഗാബാദ് മുതൽ ഇതാ ഇവിടെ വരെ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഞാൻ കട്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ അക്ഷരങ്ങൾ അലൈൻമെൻറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇനി അടുത്ത ട്രെയിൻ മാർഗം അത് അവിടെ ഉണ്ട്. സെലക്ട് ചെയ്യുന്നു, Ctrl+X കൊടുക്കുന്നു. വിമാനമാർഗത്തിൻ്റെ താഴെ ഇവിടെയൊക്കെ ഈ താഴോട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ താഴോട്ടുള്ളത് മൊത്തം മാർഗ്ഗങ്ങളാണ്. ഏതൊക്കെ മാർഗ്ഗമാണ്, വിമാനമാർഗം, പിന്നെ റോഡ് മാർഗം, അങ്ങനെ ഏതൊക്കെ ട്രെയിൻ മാർഗമൊക്കെ. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തു, Ctrl+V കൊടുത്തു. ഇനി അതിൻ്റെ മാർഗ്ഗം എന്താ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, Ctrl+X കൊടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V കൊടുക്കുന്നു. സോറി, സെലക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഒന്നുകൂടി ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, Ctrl+X കൊടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V കൊടുക്കുന്നു. അപ്പോൾ ട്രെയിൻ മാർഗ്ഗമായി. ഇനി റോഡ് മാർഗ്ഗം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, Ctrl+X കൊടുക്കുന്നു, ട്രെയിൻ മാർഗ്ഗത്തിൻ്റെ താഴെ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V കൊടുക്കുന്നു. റോഡ് മാർഗ്ഗത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്യുന്നു, Ctrl+X കൊടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V കൊടുക്കുന്നു. ഇനി പിന്നെ ഇതിൻ്റെ ഈ ഒരു ടേബിളിൻ്റെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഇനി അടുത്തത് സന്ദർശന സമയമാണ്. അത് നമ്മളിങ്ങനെ വീണ്ടും Ctrl+X കൊടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ദർശന സമയം കൊടുക്കുന്നു. വീണ്ടും 6 AM to ഉള്ളത് Ctrl+X, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V കൊടുക്കുന്നു. ഇനി അടുത്തത് പ്രവേശന ഫീസാണ്. അത് ഇതേപോലെ Ctrl+X കൊടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+V കൊടുക്കുന്നു. ഇനി ഇതേപോലെ ഒരാൾക്ക് 40 രൂപ, അതും അതേപോലെ Ctrl+X കൊടുക്കുന്നു, ഇവിടെ Ctrl+V കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സന്ദർശന സമയത്തിൻ്റെ ബാക്കിയാണ് ഇവിടെ താഴെ കിടക്കുന്നത്, വേറെ സെല്ലല്ല. ഇങ്ങനെ ഒരു സംശയം വരാം. ഞാൻ ഈ 6 AM മുതൽ 6 PM ഇതിൻ്റെ ബാക്കി ഇവിടെ വന്നതേ ഉള്ളൂ. ഇതൊരു സെല്ലാണ്. അത് 2 പേജിലായതുകൊണ്ട് ഇവിടെ 2 സെല്ലുണ്ട് എന്ന് തോന്നുകയാണ്. ഇനി വീണ്ടും അജന്ത ഗുഹകളിൽ അതേപോലെ Ctrl+X കൊടുക്കുക. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഇവിടുന്ന് Ctrl+V കൊടുക്കുക. ഇനി വിമാനമാർഗം എന്നുള്ളത്, വിമാനമാർഗം നമുക്കിവിടെ ആവശ്യമില്ല, കാരണം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് ആ മാർഗം മാത്രം എന്ത് ചെയ്യുക, ഇവിടുന്ന് കൺട്രോൾ എക്സ് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. ട്രെയിൻ മാർഗം അതേപോലെ കൺട്രോൾ എക്സ് കൊടുക്കുക, ഇവിടെ കൺട്രോൾ വി കൊടുക്കുക. റോഡ് മാർഗം അതേപോലെ എന്ത് ചെയ്യുക, ഇതേപോലെ കൺട്രോൾ എക്സ് കൊടുക്കുക, കൺട്രോൾ വി കൊടുക്കുക. അതേപോലെ സന്ദർശിക്കാനുള്ള സമയം അതേപോലെ കൺട്രോൾ എക്സ് കൊടുക്കുക, വി കൊടുക്കുക. അടുത്തത് പ്രവേശന ഫീസ് ഇതാ, കൺട്രോൾ വി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇത് ബാക്ക് സ്പേസ് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ബാക്ക് സ്പേസ് അടിക്കുക, ബാക്ക് സ്പേസ് അടിക്കുന്തോറും അത് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഫയലിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കി നോക്കാം. ഇതിൽ ഏകദേശം ഇതൊരു പേജിലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ ആക്കാൻ പറ്റും. ഇവിടുന്ന് എൻ്റർ അടിച്ചാൽ താഴോട്ട് പോകും. ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ അതാവുന്നതാണ്. ഇതിൽ നമ്മൾ ക്യാരക്ടർ സ്പേസിങ് കൊടുത്തിരുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര സ്പേസ് വന്നത്. ഇതിനൊക്കെ നമുക്ക് ഈ ഒരു സ്പേസിങ് 1.15 വേണമായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നത്. സെലക്ട് ചെയ്തു, 1.15 ആക്കി. ഇതായി സെലക്ട് ചെയ്തു. ഈ പാരഗ്രാഫൊക്കെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഇവിടെ വരെ സെലക്ട് ചെയ്തു, 1.15 ആക്കുക. ഇതിൽ 1.15 ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇതിൽ നമുക്ക് ഏറ്റവും താഴെ ആരംഭിച്ചു എന്നുള്ളതിന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരും. അപ്പോൾ ടേബിൾ മാത്രമായിട്ട് ഉണ്ടാവും. ഇനി ഇതൊക്കെ നമുക്കൊന്ന് അലൈൻമെൻറ്റ് ചെയ്യാം. അതിന് ഇവിടുന്ന് ഫുള്ള് സെലക്ട് ചെയ്യുക, എന്നിട്ട് അലൈൻമെൻറ്റ് ഇവിടെ സെൻറ്റർ ആക്കുക. സെൻറ്റർ ആക്കിയാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. അലൈൻമെൻറ്റ് ഏകദേശം സെൻറ്റർ. ഇതിൽ വലത്ത് ഭാഗത്തായിട്ട് പാരഗ്രാഫിൻ്റെ അവിടെ 2 അലൈൻമെൻ്റ് ഉണ്ട്. ഒന്ന് അലൈൻ സെൻറ്ററും വലത് ഭാഗത്ത് സെൻറ്റർ വെർട്ടിക്കലി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ഈ വലത് ഭാഗത്ത് സെൻറ്റർ വെർട്ടിക്കലി കൊടുത്താൽ മുകളിലും താഴോട്ടുള്ള അലൈൻമെൻറ്റ് കൂടി ശരിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇനി ഇതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ, ഇതെങ്ങനെ ഒരു PDF ആക്കാമെന്ന് കൂടി നമുക്ക് നോക്കി നോക്കാം. ഇനി ലാസ്റ്റ് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കിതിൽ ഏറ്റവും ടോപ്പിൽ ഹെഡറും ഫൂട്ടറും എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഒരു അജന്ത എല്ലോറ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം എല്ലാ പേജിൻ്റെ മുകൾ ഭാഗത്ത് കാണാൻ പറ്റും. അതേപോലെ ഒരു പേജിൻ്റെ അടിയിൽ പേജ് നമ്പറും ഉണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്കിതിൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഓപ്ഷനിൽ ഹെഡർ ഇവിടെ ടിക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഹെഡർ ഇപ്പോൾ ഉണ്ട്, ഫൂട്ടർ നോക്കിയാൽ അതില്ല. ഉള്ളത് കൊണ്ടാണ് ഡീഫോൾട്ട് പേജ് സ്റ്റൈൽ എന്ന് കൊടുത്തേക്കുന്നത്. ഫൂട്ടറിൻ്റെ അവിടെ ഇതേപോലെ ഡീഫോൾട്ട് പേജ് സ്റ്റൈൽ കൊടുത്താൽ ഫൂട്ടർ വരും. ഹെഡർ ഫൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡിങ്ങിൻ്റെ മുകളിലുള്ള ഭാഗത്തിന് ഹെഡർ എന്നും അതേപോലെ അടിയിലുള്ള ഭാഗത്തിന് ഫൂട്ടർ എന്നും പറയും. ഇനി ഹെഡിങ്ങിൻ്റെ അവിടെ ഇവിടെ അജന്ത എല്ലോറ എന്നുള്ളത് നമ്മുടെ ഈ എന്താ പറയുക, ഈ ഒരു 2ാമത്തെ പാരഗ്രാഫിലുണ്ട്. ഇത് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് ഈ ഹെഡിങ്ങിൻ്റെ അവിടെ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഹെഡിങ്ങിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് മുകളിൽ ഒരു സ്പേസ് വന്നിട്ടുണ്ടാവും. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇനി ഇതിനെ വലത് ഭാഗത്തായിട്ട് വരാൻ നമ്മുടെ ഈ അലൈൻമെൻറ്റ്, പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് അലൈൻ റൈറ്റ് കൊടുത്താൽ ഇങ്ങനെ വരും. നമുക്കൊന്ന് നോക്കി നോക്കാം. ഓരോ പേജിലും സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ, എല്ലാ പേജിലും വലത് ഭാഗത്തായിട്ട് അതിൻ്റെ എല്ലാവരും വന്നു. ഇനി ഏറ്റവും അടിയിൽ നമുക്ക് പേജ് നമ്പറാണ് വേണ്ടത്. അതിന് ഇൻസേർട്ടിൽ തന്നെ
പേജ് നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേജ് നമ്പർ വന്നു. അത് ഇടത് ഭാഗത്താണ് നമുക്ക് വേണ്ടത്. സെൻറ്റർ ആയതുകൊണ്ട് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പേജ് നമ്പർ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ, പേജ് നമ്പർ 2, പേജ് നമ്പർ 3, അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മളിവിടെ എന്തെങ്കിലും ഭംഗിയാക്കണമെങ്കിൽ നോക്കുക. എന്തെങ്കിലും തെറ്റുകൾ വരാം. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ചിട്ടുള്ള ഇത് വലിപ്പം കൂട്ടണം തോന്നുകയാണെങ്കിൽ കൂട്ടാം. അങ്ങനെ എന്തെങ്കിലും അലൈൻമെൻറ്റുകൾ എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാക്കാം. സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടൊക്കെ ചെയ്യാം. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ സ്പേസ് അധികം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ബാക്ക് സ്പേസ് അടിച്ചാൽ കണ്ടോ, ഇത് മുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെയൊക്കെ സ്പേസുകൾ വരാം. ആവശ്യമില്ലാത്ത സ്പേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരാളുടെ പേര് വേണമെങ്കിൽ നൽകാം. അതിന് ഇവിടെ വലത്ത് ഭാഗത്തുള്ള അലൈൻമെൻറ്റ് കൊടുത്തിട്ട് മലയാളം ആ ലാംഗ്വേജ് മാറ്റിയിട്ട് കുട്ടിയുടെ പേര് കൊടുക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരു PDF ആക്കുക എന്നുള്ളത് നോക്കി വെക്കാം. PDF ആക്കാൻ വേണ്ടിയിട്ട് ഫയലിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ള ഓപ്ഷനിൽ എക്സ്പോർട്ട് ആസ് PDF എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ്. ഇപ്പോൾ തൽക്കാലം കിടക്കുന്നത് PTMHSൽ സ്റ്റുഡൻറ്റ് വർക്ക്സ് 8 എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ 8 എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് കിടക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫയൽ PDF ആയിട്ട് സേവ് ആയിട്ടുണ്ടാകും. ഇനി നമ്മൾ ആദ്യം സേവ് ചെയ്തിരുന്ന ഫയലായതുകൊണ്ട് വീണ്ടും ഒരു ഫയലിൽ സേവ് കൊടുക്കണം. എന്നാലേ ഈ ഒരു ഫയൽ നമുക്ക് വീണ്ടും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 ഫയലുകളാണ് ഇതിലുണ്ടാവുക. നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള റൈറ്ററിൻ്റെ ഫയലും PDF ആയിട്ടൊരു വേറെ ഫയലും. നമ്മളിത് സേവ് കൊടുത്തു, സേവായി. ഇനി ഇതൊന്ന് മിനിമൈസ് ചെയ്യാണ്, ക്ലോസ് ചെയ്യണില്ല. ഇതിൽ ഹോമിൽ സ്റ്റുഡൻറ്റ് വർക്ക്സ് 8ൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഫയലുകളാണ് ഉള്ളത്. ഒന്ന് PDF ആണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് PDF തുറന്നു വരും. നമ്മൾ ചെയ്ത ഫയലുമായി ഇടത് ഭാഗത്ത് അതിൻ്റെ റൈറ്ററിൻ്റെ ഫയൽ, അത് ODTയും ഇത് PDF ആണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പ്രവർത്തനം ഇവിടെ അവസാനിച്ചു.